സെറ്റ് അടിയിൽ ഒരടിയെ ഇഷ്ടപ്പെട്ടുള്ളൂ എനിക്ക്. അടിപൊളി അടിയായിരുന്നു. കിടിലാണ്. മോൻ ക്യാരക്ടർ കിടിലാണ്. മോൻ ക്യാരക്ടർ അഴിഞ്ഞാട്ടമാണ് ഇതിനകത്ത്. வெங்கட் பிரபு நல்லா பண்ணிட்டாங்க. நல்ல மேக்கிங். யுவன் மியூசிக் சூப்பரா இருந்துச்சு. ബിജിഎം എല്ലാം സൂപ്പർ ആയിരിക്കും. தாறுமாறா இருந்துச்சு. കുറെ ക്യാമിയോ ഒക്കെ ഉണ്ട്. കുറെ ഉണ്ട്. അത് ഭയങ്കര പറഞ്ഞ സോയിലറാവും. നമസ്കാരം. ബോക്സ് ഓഫീസിനെ അടിച്ചു കുലുക്കാൻ തളപതി വീണ്ടും അവതരിക്കുകയാണ്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന വെങ്കട് പ്രഭുവാണ്. വിജയോടൊപ്പം തന്നെ ജയറാം, പ്രഭുദേവ, പ്രശാന്ത് തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഷോ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് പോകാം. ഒരു രക്ഷയില്ല, പൊളിയാണ്. വിജയ് ഒന്നും പറയില്ല. വിജയ് മരണം ഒരു രക്ഷയില്ല. സീൻ രണ്ട് ക്യാരക്ടറും അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അമ്മാരി സീനാണ്. ആക്ഷനൊക്കെ പക്കയാണ്. ആക്ഷൻ കുഴപ്പമില്ല. മൊത്തത്തിൽ എങ്ങനെയുണ്ട് വിജയുടെ പെർഫോമൻസ്? കുറെ നാൾക്ക് ശേഷം വിജയ് സ്ക്രീനിൽ കണ്ടത്. വിജയ് കുഴപ്പമില്ല. விஜய் எங்கண்டு படம் செம்மையாக இருந்துச்சு. மாசாக இருந்துச்சு. தமிழ்நாட்டில் அവിടുന്ന് தமிழ்நாட்டிலேருந்து வந்துருக்கோம். எங்கண்டுண்ணே படம்? படத்தை பற்றி சொல்லுங்க. நல்லா இருந்துச்சா படம்? விஜய் எப்படி இருக்கு? விஜய் செமையாக இருக்காரு. நல்லா இருக்கு. ரெண்டு கேரக்டரும் சூப்பராக இருக்கு. கரெக்டாக மேட்ச் ஆயிருக்கு. விஜய் எப்படி இருக்கு? விஜய் சூப்பரா இருக்கா. சூப்பராக இருக்கு. ரெண்டு கேரக்டரும் சூப்பராக இருக்கு. ஆக்ஷன் எல்லாம் செமையாக இருக்கு. எல்லாம் சூப்பர். சூப்பராக மேக்கிங் எல்லாம் சூப்பராக இருக்கா? செகண்ட் ஹாஃப் சூப்பர். வெங்கட் பிரபு நல்லா பண்ணிட்டாங்க. நல்ல மேக்கிங். யுவன் மியூசிக் சூப்பரா இருந்துச்சு. பிஜிஎம் எல்லாம் சூப்பராக இருக்கா? தாறுமாறா இருந்துச்சு. നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരിക? അമ്മ എങ്ങനെയുണ്ട് ഈ ഡി ജെ? എങ്ങനെയുണ്ട് ഈ ഡി ഏജിങ് ചെയ്തിട്ടുണ്ടല്ലോ ഗ്രാഫിക്സ്? അതൊന്നും അവളോ ഡിഫറൻസ് പുതിയ റെഫറൻസ് തന്നെ. നല്ല വിജയ് എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ നാൾക്ക് ശേഷം നമുക്ക് കാണൂല്ലോ. അണ്ണൻ പൊളി തന്നെയാണ്. പിന്നെ ഇപ്പൊ സെക്കൻഡ് ലാസ്റ്റ് പടമാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു അതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. എന്നാലും നമ്മൾ കണ്ടിട്ട് കൊള്ളാം, കാണാൻ കൊള്ളാം. വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ട് ക്യാരക്ടറും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. രണ്ട് ക്യാരക്ടറും പക്കയാണ്, കിടിലാണ്. മോൻ ക്യാരക്ടർ കിടിലാണ്. മോൻ ക്യാരക്ടർ അഴിഞ്ഞാട്ടമാണ് ഇതിനകത്ത്. വേറെ കുറെ താരങ്ങളുണ്ടല്ലോ, പഴയ താരങ്ങളും എല്ലാം ഉണ്ടല്ലോ. കുറെ ക്യാമിയോ ഒക്കെ ഉണ്ട്. കുറെ ഉണ്ട്. അത് ഭയങ്കര പറഞ്ഞ സോയിലറാവും. ജയറാമനും പ്രശാന്തൊക്കെ പൊളിയാണ്. ഈ രണ്ട് ക്യാരക്ടറിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? നമ്മള് മോനാണോ വിജയുടെ ഇഷ്ടപ്പെട്ടത്? പക്ക വിജയ്. ഇത് അഴകിയ തമിഴ്മകനകത്ത് മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ വില്ലനായിട്ട് ഇന്നവരെ. കാണാൻ കൊള്ളാം. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ കൊള്ളാം. വിജയെ പറ്റി അറിയണമെങ്കിൽ അവിടെ ചോദിക്കണം. 20 വർഷം കൊണ്ട് വിജയനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഇതുവരെ അവൻ്റെ വിജയുടെ പടം പൊട്ടിയിട്ടില്ല, എടുത്തിട്ടില്ല. ഇന്നും പൊട്ടിയിട്ടില്ല. എന്നാലും പോലെ ഒരുപാട് പടത്തിൻ്റെ സ്റ്റൈൽ എടുത്ത് കാണിച്ചാക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട പടം. എന്നാലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. രണ്ട് ക്യാരക്ടറുണ്ട്. അതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇഷ്ടപ്പെട്ട അച്ഛനെ ഇഷ്ടപ്പെട്ടത്. നെഗറ്റീവ് ഷെയ്ഡും വിജയ്ക്ക് ചെയ്യാൻ പറ്റുമല്ലോ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്നാ ദോഷം ഏതും കയ്യിലിരിക്കും. ആക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ആക്ഷനും കുഴപ്പമില്ല. അച്ഛൻ്റെ ഡയലോഗ് ഏറ്റവും സെറ്റ്. ആക്ഷൻ സൂപ്പറാണ്. അടിയിൽ ഒരടിയെ ഇഷ്ടപ്പെട്ടുള്ളൂ എനിക്ക്. അടിപൊളി അടിയായിരുന്നു. അങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ എല്ലാം പല പാട്ടുകളെന്ന് പറഞ്ഞാൽ പല പടത്തിൻ്റെ പാട്ടുകൾ ഡൂപ്പ് ചെയ്ത് വെച്ചേക്കും. ഒരുപാട് മറ്റു താരങ്ങളൊക്കെ ഉണ്ടല്ലോ, പഴയ പ്രഭുദേവ, എല്ലാം ഉണ്ട്. അവർക്കൊക്കെ പെർഫോം ചെയ്യാനുള്ള ഇതുണ്ടോ, സ്പേസ്? അവർക്ക് ഇല്ലെങ്കിലും പോലെ എന്നാലും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കും പ്രാധാന്യം ഉണ്ട്. എങ്ങനെയുണ്ടാ പടം? പടം കിട്ടിയോ? അടിപൊളി പടം. കിട്ടില്ല പടം. മാസം പെർഫെക്റ്റാ. ഏറ്റവും ഇഷ്ടപ്പെട്ട വിജയുടെ മോനെ. മോൻ കിട്ടില്ലോ. മാസം ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ പടം. അടിപൊളി പടം. ലാഗൊന്നുമില്ല. ഓക്കെ, 3 മണിക്കൂർ 3 മണിക്കൂർ സെറ്റാ. ലാഗ് അടിക്കാതെ കാണാൻ പറ്റും. ഓക്കെ.